പുതിയ വീഡിയോക്ക് ചോകരാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയാണ് എല്ലാവരും അല്ലേടി? ഇന്ന് സ്കൂളുണ്ടാടി? ഇല്ല. ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്ന് കളി തന്നെ അല്ലേ? വെറും കളി. ഞങ്ങൾ രണ്ടാളും നീക്കുന്നത് 8 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നല്ല ഉറക്കായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങിയാലും തണുപ്പാണ്. എന്താ പറയാ. ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. സൂര്യന്റെ ഇങ്ങനെ അങ്ങനെ സൂര്യ പാടുമ്പോലോ. ആയിക്കോട്ടെ. ഞാൻ വണ്ടിൻ്റെ സീറ്റ് മാറ്റുകൾ ഒക്കെ ഊരിയിട്ടേക്ക് വരണം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വരണം. ഇതാ ഡ്രസ്സ് അടിച്ചാൽ കൊടുക്കാനാ? ഞാൻ രുചി പണിക്കോണം വരുന്നു. അതൊക്കെ ഒന്ന് പണിക്കോയിക്കോടാ. മടിയായില്ലേ? പോണല്ലേ ഓൻ ചെന്നൈയിലെ പണിക്കാരൻ. ചെന്നൈ പണിക്കാരൻ. കല്യാണം കുട്ടീൻ്റെ കൂടെയാണല്ലോ. ഇവിടെ എൻ്റെ തുണക്കാരത്തിൻ്റെ കൂടെ കൊണ്ട് പോകുന്നത്. ഒരു പീപ്പിയൊക്കെ കോളി. ജെക്കാ തുറക്കൂ. ഏതായാലും നമുക്ക് ചാടിച്ച പോലെ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിനോടന്ന് നീച്ചു പോകുന്ന അല്ലേ? ഹായ് പറയാന്. എന്താ അയ്യോ ഓക്കെ. എന്താണ് ഇന്ന് ചായക്ക് കടി? ഇതെന്താ? ഇത് ചിക്കൻ, ഓൾഡ് ചിക്കൻ. പത്തിരി 2 എണ്ണുണ്ട്. അങ്ങനെ ഇട്ടോ കുറച്ച്. 5 എണ്ണൊക്കെ ഉണ്ടാവും. ഇത് 2 തിന്നിട്ട് കളിച്ചാൽ പോയാൽ മതി. എന്നാലേ കളിച്ചാൽ കഴിയുള്ളൂ, അല്ലെങ്കിൽ കുഴങ്ങും കേട്ടോ. അങ്ങനെയൊക്കെ ഇരുന്ന പോകും കേട്ടോ. ശരിക്കിരിക്കണം. ശരിക്കിരിക്കുക. വെരി ഗുഡേ. പിന്നെ എനിക്കിരിക്കാൻ എൻ്റെ കശാര എവിടെയാണ്? എൻ്റെ കശാര എടുക്കട്ടെ. ഈ രാത്രി 12 മണി വരെയുള്ള എഡിറ്റിംഗ് അല്ലേ? അപ്പോൾ കുറേ നേരം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ലാപ്ടോപ്പും കൊണ്ട് ഞാൻ അവിടെ ഇരിക്കൽ. അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൈപ്പാട്ടിൽ വെക്കും. ഞാൻ ഇവിടെ എങ്ങനെ വെച്ചാൽ ഇവിടെ എന്താ പറയുക, എനിക്ക് കടന്നിട്ട് ഓഫാക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാപ്ടോപ്പ്. അതുപോലെ തന്നെ ഇപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അതായത് ഇവിടെ നമ്മൾ മാറ്റി വെക്കട്ടെ. ലാപ്ടോപ്പിനെ എടുത്തിട്ട് കട്ടിൽ വന്നോട്ടെ. ചാർജറൊക്കെ പിന്നെ ഉറക്കിൽ അങ്ങനെ തന്നെ അവിടെ തന്നെ ഇടലാണ്. 12 മണി 12:30 ആവും. ചില ദിവസം 1 മണി 1:30 ആവുകയാണ്. യാത്രയിലാകുമ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് സംഭവം. അപ്പോൾ ഞാൻ യാത്രയിൽ ഏതായാലും നേരം വൈകിട്ടാണ് അതെ യാത്രയിൽ നേരം വൈകിട്ടാണ് ഉറങ്ങുക. രാവിലെ നേരത്തെ എണീക്കും. അതായത് 1 മണി 1:30 2 മണി ആ റേഞ്ചൊക്കെ ആവും. ചില ദിവസങ്ങളിൽ ഞാൻ കിടക്കാം. ചില ദിവസം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 4 ദിവസം ഞാൻ അങ്ങനെയാണ് കിടക്കുന്നത്. അതിൽ 1-2 ദിവസം നേരത്തെ അറിയാതെ ഉറങ്ങും. അങ്ങനെ ഉറങ്ങുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ വെറുതെ നേരത്തെ എണീറ്റ് എൻ്റെ ശരീരം ശ്രദ്ധിക്കാൻ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഉറക്ക് ഞാൻ പരമാവധി ഉറങ്ങി തീർത്തുകൊണ്ട് എണീക്കണത് അല്ലേ? ചാടിച്ചിട്ട് പോലെ. അതായത് നമ്മൾ ഇന്നലെ സീറ്റ് കാര്യങ്ങളൊക്കെ ഊരി വെച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഇതിൽ തന്നെ ഇതിലെ കണ്ടോ ചെറിയൊരു നനവ് നിൽക്കുന്നത്. ഈ നനവ് നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇത് തുരുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി ഞാനിപ്പോൾ തുടച്ചെടുക്കും, ഒന്നും കൊണ്ട് തുടച്ചെടുക്കാം. ഫ്രണ്ടിലെ ഫ്ലാറ്റിൽ ഉണ്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ, അവിടെ മാറ്റ് ഇടില്ല. അപ്പോൾ അവിടുത്തെ അവിടെ നിന്നോട്ട് കുഴപ്പമില്ല. ശരി, ഇതിപ്പോൾ തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ഈ ചെറിയ ഹോളിലൂടെയൊക്കെ വെള്ളം ഇങ്ങോട്ടേക്ക് മേലേക്ക് കയറി വരും. ഇവിടെ എന്തായാലും കുഴപ്പമില്ല. മഴ പെയ്യണ കണ്ടോ, മഴക്കാലം ആയി, ആര്യക്കുട്ടിൻ്റെ ഒപ്പം ഓളുണ്ട് ബാക്കില്. ഇന്നും ഇവിടെ തന്നെ തന്നളാ, ഇന്നും ഇവിടെ തന്നെ ഉമ്മ കൊണ്ട അറിയപ്പോലെ. ആ ബാക്കില് ഇറങ്ങല്ല അച്ഛ പറയാ. ആ ഇറങ്ങ. മഴ പെയ്യുമ്പോ പോന്നത് എന്തിനാ? പിടിച്ചോ പോട്ടെ പോയിക്കോ പോട്ടെ. താറ്റ ഓള് പോണത് എത്ര ദൂരം ഉണ്ട് എന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോടുക്കൂടെ എത്തട്ടെ കേട്ടോ. ഇത് നമ്മുടെ അയലോക്കത്തെ വീട്, അതിന് നേരെ മേലെ തന്നെയാണ് നമ്മുടെ വീട്. ക്യാമറ കുറച്ച് വൈഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്കത് കുറെ ദൂരം ഉള്ളത് പോലെ തോന്നുന്നത്. ഈ ഒരു കയറ്റം തന്നെയാണ് കാണും. ഓല് കയറി അത്രേ ഉള്ളൂ. അത്ര ടൈമിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാന് തോട്ടിലെ വെള്ളത്തിന്റെ അളവെത്ര നോക്കാം. തോട്ടിലെ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? തോട്ടത്തെ വെള്ളമൊക്കെ വലിഞ്ഞു പോയിക്കോട്ടോ. വെള്ളം കാണാൻ അപ്പൊ അത്ര വലിയ മഴയൊന്നും രാത്രി പെയ്തിട്ടില്ല. വെള്ളം തെളിഞ്ഞു, തോട്ടിലെ വെള്ളം കുറയാന്ന് പറഞ്ഞാല് ഇന്നലെ രാത്രി ഇതിനേക്കാൾ ഉണ്ടാകും. പിന്നെ പാടത്തൊക്കെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഷോട്ടില് പാടത്തൊക്കെ വെള്ളം കയറി. അപ്പൊ ആ വിഷയമൊന്നുമില്ല. പറയാ നാടാണ്, നാട് നാടന്നെ അടിപൊളി. 9:30 കറക്റ്റ് 9:30. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, കറക്റ്റ് 9:30 ഞാന് ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. ഓട്ടം കിട്ടുമോ ഇല്ലയോ? 9:30 നമ്മൾ എത്തിയിട്ടുള്ളൂ. നമ്മള് 9, 8, 8:30, 9, 9:30 ഇതൊക്കെ തന്നെ നമ്മുടെ സമയം. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ അവസ്ഥ എന്താന്ന് കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ട്, ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടനൊക്കെ ഓണാക്കി ഒരു ലൈക്കൊക്കെ അടിച്ച് ഒരു കമന്റ് ഒക്കെ എഴുതുക. കമന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നായാലും അത് എഴുതാം. പിന്നെ അല്ല മുക്കാലായിട്ടോ, കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. ഓൾ ടീം ഈസ് റെഡി, ഓൾ ടീം റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. 10:05 10:05 നമ്മൾ ഫസ്റ്റ് ഗേറ്റിൽ ഇരിക്കുന്നുണ്ട്. ആളുകളൊന്നുമില്ല, ആളുകളൊന്നുമില്ല. നമുക്കാണെങ്കിൽ 10:20 ഒരു ലോക്കലുണ്ട്. ഞാനിപ്പോൾ ബാക്കിൽ നിന്ന്, അതായത് 9:30 എത്തി, അരമണിക്കൂർ ബാക്കിൽ നിന്ന് തള്ളിയിട്ട് മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ വിളിച്ചിട്ട് 10:20 സ്റ്റാൻഡിലേക്ക് ഒന്ന് പോരാനാണ്. ഇവിടെ തന്നെ ലോക്കൽ 30 രൂപ വാങ്ങാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ പോയിട്ട് അവരെ ഇവിടെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിടാനാണ്. ഇപ്പോൾ ബസ്സിനെടുക്കാൻ പോകാനാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്കൊരു ലോക്കൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ തള്ളു മുതലാവും. മറ്റേ നമുക്ക് തള്ളു മുതലാകാതെ കിട്ടുന്ന ഒരു ട്രിപ്പായിരിക്കും. പൊങ്ങന്മാരെ കിട്ടിയിട്ടാ സ്റ്റാൻഡിൽ തള്ളിയതിനുള്ള മുതൽ കിട്ടി 30 രൂപ. ഏത് 30 രൂപ നമ്മൾ കിട്ടാതെ നമ്മൾ ആ ട്രിപ്പ് പോയി കഴിഞ്ഞാല് തള്ളു നഷ്ടമായി പോകും. അപ്പൊ ഇപ്പൊ സമയം 10:11 ആ 10:15 ശരിക്കും ട്രിപ്പ്. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി നീട്ടി ചോദിച്ചു, 10:20 ആക്കി വെച്ചാറ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് ഇനിയും കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ വേണമെങ്കിൽ ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് അതായത് ലോക്കൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കാം. എണ്ണ അടിക്കണം, എണ്ണ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാം. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് 300 രൂപയ്ക്കാണ് അടിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മള് ഫുൾ ടാങ്ക് എണ്ണ ഞാൻ വല്ലാതെ ആക്കി വെക്കാറില്ല. ഈ വണ്ടിയിൽ ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ലീക്കായിട്ട് പോകും. അപ്പൊ ഒരു മീഡിയം ഫുള്ള ഇതിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഏത് റൂട്ടിന് പോയാലും, ഞങ്ങളുടെ 4 റൂട്ടിന് പോയാലും ഓരോ 200, 300, 1 കിലോമീറ്ററിനുള്ളിലായിട്ട് ഒരുപാട് പമ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പമ്പിന്റെ പേടിയൊന്നുമില്ല. എണ്ണ അടിച്ചു വെക്കാം, എണ്ണ കിട്ടില്ല എന്നുള്ള ടെൻഷനും നമുക്കില്ല. ഏതായാലും അങ്ങാടിയിലേക്ക് തന്നെയാണ്. ഞാൻ ലൈനിൽ തന്നെ പോയിട്ട് ഈ പറഞ്ഞ കൃത്യമായ സമയത്ത് ചെല്ലുള്ളൂ. നമ്മളപ്പോ 10:20 ആയപ്പോഴേക്ക് 2 ലോക്കൽ എടുത്തിട്ടോ. ഞാൻ അപ്പം തന്നെ പോയിരുന്നു അവിടേക്ക്.
അങ്ങാടിക്ക് പോകാതെ പോയി നോക്കുമ്പോഴും റെഡിയാണ്. അപ്പോൾ നമ്മൾക്ക് 2 ലോക്കൽ എടുക്കാൻ വേണ്ടി പറ്റി. നമ്മൾ ഇപ്പോൾ 60 രൂപ കോടിക്കുവാണ്, 10-20. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ലാസ്റ്റിക്കേ പറയുള്ളൂ കേട്ടോ. പാലക്കാട്ടുകുന്ന് കോളനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇത് ഇവിടുത്തുള്ള സ്ഥലപ്പേര് തന്നെ അവരങ്ങനെയാണ് പറയുക കേട്ടോ. പാലക്കാട്ടുകുന്ന് കോളനി എന്നാവാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അത്തരത്തിലല്ല. ബസ് ഏതാണ്ട് ഇവിടേക്കായിരുന്നു ട്രിപ്പ്. നമ്മളിപ്പോൾ ഏതാണ്ട് 11 മണിക്ക് നമ്മൾ 3 ട്രിപ്പാണ് എടുത്തത്. 3 ട്രിപ്പ്, 3 ലോക്കലാണ്. ഇവിടെ പിള്ളേര് കളിക്കുന്നു റോട്ടില്, സ്കൂളില്ലാത്ത ദിവസമാണ്. റോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പന്ത് കൊണ്ടുള്ള കളിയാണ്. ഭാവിയിലെ പ്ലേയേഴ്സ് ആണ് അതൊക്കെ. ചെങ്ങന്മാരെ 11:30 ആവാനായി, 11:25. കളി മോശമാണ്, കളി നല്ല രീതിയിൽ മോശമാണ്. ഇപ്പൊ പിന്നെ ഞാൻ ഈ നേരത്തെ ചായ കൂടി ഒഴിവാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് 1 മണിയാകുമ്പോഴേക്ക് പോകണം. ഒരു ഇളം വിശപ്പ് ഉണ്ട്, ശരി. അതൊക്കെ വെള്ളം കുടിച്ച് ഒതുക്കുകയാണ് ഞാൻ ചായ കൂടി ഒഴിവാക്കാനുള്ള കാരണം ഒന്ന് ഉച്ചക്ക് നേരത്തെ ചോറിൻ്റെ കഴിഞ്ഞ് ഉടനെ ഇറങ്ങാണല്ലോ. അപ്പൊ 2 തീറ്റയും പാടെ കൂട്ടിമുട്ടുകയാണ്. അപ്പൊ അത് വേണ്ടെന്ന് എഴുതിയിട്ടാണ് പോകുന്ന വൈകിട്ട് അവിടെ നിന്ന് ട്രിപ്പ് പറയേ. ഞാന് ട്രിപ്പ് പോയിട്ട് ഇതുവരെ മടക്കത്തിലോ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോ ഇത് ഞങ്ങളുടെ ഹൈവേ കേട്ടോ, ഞങ്ങളുടെ വണ്ടിയാണ്. അപ്പൊ എന്താ വെച്ചാൽ അത് കിട്ടി. ഒരു 30 രൂപയുടെ ട്രിപ്പായിരുന്നു. ഞാൻ ഇപ്പൊ പോയിരുന്നത് ഒരു 30 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പൊ 2 പാടെ നമുക്ക് 60 രൂപ കേട്ടോ. നല്ല മഴക്കോളുണ്ട്. മഴക്കോൾ എന്ന് പറഞ്ഞാൽ പെരും മഴ വരാനുള്ള സാധ്യത. എന്നാൽ തൂങ്ങി നിൽക്കുവാണ്. ഞങ്ങളുടെ അടുത്തത് മഴ ഞാൻ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഒരു നിമിഷവും പെയ്യാം. 1 2 3 4 5 6ാമത്തെ വണ്ടി കുറവാണ്. ബാക്കിൽ ഒന്നും വണ്ടിയൊന്നുമില്ല, ആളുകളും കുറവാണ്. ചെങ്ങന്മാരെ ഫസ്റ്റ് ഗ്യാപ്പിലാണ്. മോശം കേട്ടോ. ഈ നേരം വരെയുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പരമ മോശമാണ്. ഇങ്ങനെ കളിച്ചാൽ പോരാ, ഇങ്ങനെ ഓടിയാൽ പോരാ. ശ്രദ്ധിക്കണ്ട, വണ്ടി തിരക്കാണ്. അവിടെ നാലുകുടി ജംഗ്ഷനിൽ പോലീസുകാർ നിൽക്കുന്നില്ല. അവർ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ വണ്ടി തിരക്കാവും. നമുക്ക് എങ്ങനെ കിട്ടുന്നില്ല. ഒരു ലക്ക് കിട്ടിയാലേ ഇപ്പോൾ പരിപാടി നടക്കുള്ളൂ. വണ്ടൂർ ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെ കല്യാണം കേട്ടോ. ഞായറാഴ്ച കല്യാണം ഉണ്ട്. ചെറിയ പന്തല, ചെറിയല്ല. ഏതായാലും ഒരു 50 രൂപ ട്രിപ്പ് കിട്ടി. പക്ഷെ തളരില്ല രാമൻകുട്ടി, ഞാൻ തളരാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്കൊരു 150 രൂപയുടെയെങ്കിലും ട്രിപ്പ് ഉച്ചയ്ക്ക് മുമ്പ് കിട്ടാം. അല്ലെങ്കിൽ നമ്മൾക്കും ടൂറിനാം പോകുന്നതിന് മുമ്പായിട്ട് 150 രൂപ കിട്ടാം. എന്നാലേ നമ്മളുടെ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മളുടെ ഒരു സ്ഥിരം ട്രാക്ക് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ കമന്റ് ബോക്സിലൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റാൻഡും കൂടി ഉണ്ടല്ലോ. ഇതൊക്കെ പാടെ ഒരൊറ്റ സ്റ്റാൻഡായിരുന്നു ഒരു കാലത്ത്. അത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവും. അടുത്തായിട്ട് ചോദിക്കുന്ന ഒരു കേസാണ്, നിങ്ങളവിടെ ഓട്ടോ റെന്റിനെടുത്ത് ഓടുന്നതിന് എത്രയാണ് ചാർജ്, എങ്ങനെയാണ് വാങ്ങിക്കാറ് എന്നുള്ളത്. ഇപ്പോൾ റെന്റിനെടുത്ത് ഓടുകയാണെങ്കിൽ കോമ്പാക്ട് വെർഷനിൽ വരുന്ന വണ്ടികൾ, അതായത് ഇപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ആണ് 2014 ലാസ്റ്റിക്ക് തൊട്ടാണ് കോമ്പാക്റ്റ് എന്ന രീതിയിൽ മോഡലിൽ ബജാജ് വണ്ടികൾ ഇറക്കി തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഒരാൾ മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഥ ഞാൻ പിന്നെ പറയാമേ. ഞാൻ പറഞ്ഞില്ലേ, വണ്ടൂർ എത്തിയപ്പോൾ വീണ്ടും മഴ പെയ്തു കേട്ടോ. ഇങ്ങനെ മഴ ഇടയ്ക്ക് അങ്ങനെ നിൽക്കുക പെയ്യുക ആ ടൈപ്പായിരുന്നു. അതായത് അപ്പോൾ 2014 മേലേക്ക് വരുന്ന വണ്ടികൾ റെന്റിന് എടുക്കുകയാണെങ്കിൽ 200 രൂപയാണ് മേടിക്കുന്നത്. 2014 താഴത്തേക്കുള്ള വണ്ടികൾ, മോഡൽ കുറഞ്ഞ വണ്ടികളാണെങ്കിൽ 150 രൂപയാണ് റെന്റായിട്ട് മേടിക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ വണ്ടിയൊക്കെ നമ്മൾ കൊടുത്തിരുന്ന ഒരു സമയത്ത് ഞാൻ തിരിയാനുള്ള ടാസ്ക്കാണ്, ബ്ലോക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ചവിട്ടി തരില്ല. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ യാത്ര പോകുമ്പോൾ റെന്റിന് കൊടുക്കാറുണ്ട്. നമ്മളറിയുന്ന അത്ര അടുത്ത ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 150 വാങ്ങും. പറയുമ്പോൾ എൻ്റെ വണ്ടി 2019 മോഡലാണ്, കോമ്പാക്റ്റ് ആണ്, നല്ല പുതിയ വണ്ടിയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേങ്കിൽ എന്നാലും ഞാനത് വാങ്ങാനുള്ള കാരണം ഇവിടുത്തെ ഓട്ടം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഒരു 200 രൂപ വെച്ച് മാസം തരുമ്പോഴേക്ക് 6 ഉറുപ്പികയായി. അതൊക്കെ വലിയ സംഖ്യയാണ്. അതൊന്നും കിട്ടൂല ഇവിടെ കൊടുക്കഴിഞ്ഞാൽ. പിന്നെ ഞാൻ കണ്ടറിഞ്ഞാണ്ട് ഞാൻ 150 വാങ്ങലുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റെന്റിന്റെ കാര്യം.
ചെങ്ങന്മാരെ സമയം 12:40. മഴ തുടരുന്നു. പക്ഷേങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫോൺ ട്രിപ്പ് നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള പാണ്ടിക്കാടിലേക്കാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത്. നമുക്ക് ട്രിപ്പ് കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല, ആളുകള് ഇപ്പൊ വിളിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ദൂരം പോയിട്ട് വേണം ആ ട്രിപ്പ് എടുക്കുക. അതെടുത്ത് ഞാൻ പാണ്ടിക്കാട്ടിലേക്ക് പോകട്ടെ, എന്നിട്ട് ഞാൻ അത് എത്ര രൂപയുടെ ട്രിപ്പാണെന്ന് പറയാം. ഒരു 4 വട്ടം ചാടിച്ച് എത്ര രൂപയുടെ ട്രിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയിട്ടില്ല, കിട്ടട്ടെ, എന്നിട്ട് ബാക്കി സന്തോഷം ബാക്കി കിട്ടെ. മഴക്കാലം വന്നെത്തി. നമ്മളങ്ങനെ പാണ്ടിക്കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾക്ക് ലക്കി കിട്ടിയ ട്രിപ്പ് പാണ്ടിക്കാട്ടിലേക്ക് 14.5 കിലോമീറ്റർ ദൂരത്തേക്ക്. ശരിക്കും വണ്ടൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ പാണ്ടിക്കാട് ടൗണിൽ അല്ല വന്നിരുന്നത്, പാണ്ടിക്കാട്ടിൽ നിന്ന് മേലാറ്റൂർ പോകുന്ന റൂട്ടിലേക്കായിരുന്നു. അത് വണ്ടൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഞാൻ മനസ്സിലാകും അത് 13 കിലോമീറ്റർ 13.5 കിലോമീറ്ററൊക്കെ വരുള്ളൂ. ഇപ്പൊ ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ട്രിപ്പ് എടുത്തത്. അതുകൊണ്ട് തന്നെ 14.5 കിലോമീറ്റർ 14 കിലോമീറ്റർ ഞങ്ങൾ വൺ സൈഡ് വാങ്ങുന്നത്, കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത് 320 രൂപയാണ്. അപ്പോൾ പൈസ കിട്ടിയിട്ടില്ല. കുട്ടികളെ കൊണ്ടുവിടാനായിരുന്നു, രക്ഷിതാവില്ല. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ പണം കൊടുത്തിട്ടില്ല. രക്ഷിതാവ് എന്നോട് വണ്ടൂരിന്ന് പ്രതിഫലം വാങ്ങാനാണ് പറഞ്ഞത്. ഞാൻ വണ്ടൂർ എത്തിയിട്ട് പ്രതിഫലം വാങ്ങാം. ഇനി നേരെ വണ്ടൂരിൽ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ. അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. ഉച്ചയായില്ലേ, 1:20. എന്തായാലും 1:45 വണ്ടൂരെത്താൻ. മഴയല്ല, വലിയ പോക്കൊന്നും പോകാൻ വേണ്ടി പറ്റാൻ ശ്രദ്ധിച്ച് പോകണം. ഇത്രയും വലിയ മഴകളിൽ ഞങ്ങൾ ഓട്ടോക്കാർ വൈപ്പർ വല്ലാതെ ചാടില്ല കേട്ടോ. നടുന്നവരും ഉണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസും കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ പോകും. വൈപ്പർ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വലിയ മഴയ്ക്ക് വൈപ്പർ പിടിക്കില്ല. അത് അത്ര വലിയ ഫാസ്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ടൈമുകളിൽ യൂസ് ചെയ്യാറില്ല. വണ്ടൂരെത്തി കേട്ടോ. ഒരു മനുഷ്യനെ നമുക്ക് 4.5 കിലോമീറ്റർ പോന്നിട്ട് ഒരാളെ പോലും നമുക്ക് മടക്കാൻ കിട്ടിയില്ല കേട്ടോ. ലൈന് ഫുള്ളാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് നമ്മുടെ കൂലി വാങ്ങിയിട്ട് വേണം പോവാം. സമയം 1:50 കേട്ടോ, കറക്റ്റ് 1:50. രാവിലെ തന്നെ ചട്ടി പൊട്ടിച്ചു. ആ ചട്ടിക്ക് എത്ര അറിയാം? 110 രൂപ. നോക്കട്ടെ, ചട്ടിയൊന്നും ശരിക്കും കാണും. മൺചട്ടി അല്ല, ഞാൻ എൻ്റെ അളവ് ഇങ്ങനെ അല്ല എടുത്തിന്, കുറച്ച് വലുതാവുന്നല്ലേ. അത് കുഴപ്പമില്ല. ഹലോ മുട്ടായിയോ? ഇപ്പോഴോ? ഇപ്പം ആരാ മുട്ടായി? നമ്മൾ രാത്രി അല്ലേ മുട്ടായി തിന്നാ? ഇന്നാളോ? ഇന്നാള് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. നമുക്ക് രാത്രി വേണ്ടില്ല. ഞാൻ ഉണ്ടോന്നാ എനിക്ക് ശരിക്കും പറഞ്ഞുകൂടെ? ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ചോറ് വേണ്ടാൻ പോലോ. അപ്പോൾ ഉച്ചവരെ ഗംഭീരമായ ഓട്ടമായിരുന്നു. ഏത് ചെവി? അത് ചെവിയാണ് പോലെ. ഇത് ചെവിയാണ് ഓള് പറയാ. ഇയറോ? ഇംഗ്ലീഷൊക്കെ അറിയാട്ടോ. ഇംഗ്ലീഷ് ആര്യ എവിടെ എടുത്തേക്കണേ? എന്താ തലമ്മ നോക്കട്ടെ, തല എത്തിക്കാം. 1 2 3 അത് മുടഞ്ഞും ചെയ്തിക്കണോ? വല്ലാത്ത മോഡലാ. തുള്ളി മുടിയുണ്ട്. അതങ്ങനെ ആക്കാനും മോഡലാണ് അവള്. നീ ചോറുന്നോ? ഞാൻ ചോറുന്ന കേട്ടോ. അച്ഛക്ക് വിശക്കുണ്ട്. ഇല്ലെങ്കിൽ പോര്. ഓളും ചോറുന്നിട്ടില്ല പോലെ. ഞാൻ നോക്കുള്ള ചോറ്. ഇത് നമുക്ക് നമ്മളെ ഓൾഡ് ചിക്കൻ കറിയാണ്. ഞാൻ 10 മണിക്ക് ഓരോന്നും തിന്നാത്തോണ്ടിൻ്റെ വയറ് പറ്റ ഒട്ടി. എന്താ പറയുക, ട്രിപ്പിലാകുമ്പോൾ പിന്നെ വിശപ്പ് അറിയൊന്നുമില്ല. പക്ഷെ എന്നാലും
ഒന്ന് നല്ല രീതിയിൽ കയറ്റിയിട്ട് ഒരു 2:20 ആകുമ്പോൾ അല്ലെങ്കിൽ 2:30 ആകുമ്പോൾ നമുക്ക് പോകാം. ഇതേതാ പാട്ട്? അപ്പാത്തി തേ 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 ആ പാട്ടാ? ഒന്നുകൂടി പാടിക്ക ശരിക്കും ഒന്നുകൂടി പാട്. പാട്. പാടൂല പോലോ ഓക്കെ അറിയില്ലേ. അവനാൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാം. കാലിമല കയറി കുത്തിരിക്കണം. കണ്ടങ്ങൾ ഞാൻ തന്നെ ഇവിടെ എങ്ങനെയോ ഇടങ്ങാറായിരിക്കാം. അപ്പോൾ കാലിമല കയറി കുത്തിരിക്കണം. എന്താ കൊടുത്തല്ലേ ചെങ്ങമലാണ് ഇറങ്ങിയിരിക്കണം. 2:25 ആയിട്ടോ. 2:25 നേരമായി. പക്ഷേങ്കിൽ ഇത് വീട്ടിൽ പോണ വഴി തന്നെ കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു ചേത്താച്ചി കൂടിയിരിക്കണേ. ചേത്താച്ചി ചേത്താച്ചി കോടെടുത്താ കോടെടുത്ത് എവിടെ കോടാ കയ്യൂലേ? അമ്മച്ചനെ വിളിച്ചണോ? ആരോ വിളിക്കുന്നുണ്ട്. ഹലോ, അങ്ങാടിക്ക് പോവാണ്. പാലത്തിങ്ങ 50 രൂപ വെച്ച് വാങ്ങാലേ? ഇതാ നമുക്കൊരു ഡ്രൈവർ ട്രിപ്പ് തന്നതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വാടക വാങ്ങണ്ടെന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മള് ആ തരുന്ന ഡ്രൈവറോടൊന്ന് നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കും. നമ്മൾ ചോദിക്കും 50 രൂപ വെച്ച് വാങ്ങാലേ? അപ്പൊ പിന്നെ നമ്മള് അത് ചോദിച്ചപ്പോ 50 രൂപ വെച്ച് വാങ്ങിക്കോ, ധൈര്യമായിട്ട് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു വിഷയം പറയാനുണ്ടെങ്കിൽ 2:55 ഇന്നിപ്പോൾ നമ്മളെ സ്ഥിരം ട്രിപ്പ് നമ്മൾ ആ ട്രിപ്പ് ആക്കണം എന്ന് കരുതിയ ആ ട്രിപ്പ് പൂങ്ങോട്, അത് നമുക്ക് സ്വന്തം ട്രിപ്പ് ആക്കണമെങ്കിൽ അവർ ഇന്നലെ കിട്ടിയില്ല, ഇന്ന് കിട്ടില്ല, നാളെയും കിട്ടില്ല. 3 ദിവസം നമ്മുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ പിന്നെ അത് ട്രിപ്പാക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയിക്കും. ശ്രമിക്കാം. പക്ഷേ ഇന്ന് സ്കൂളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളൊന്നുമില്ല. അപ്പോൾ അത് ഓരോന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നിവിടെ മഴയായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരമൊക്കെ മഴ പെയ്യാതിരുന്നിട്ടുള്ളൂ. അല്ലാത്ത ഫുൾ ടൈമായിട്ട് ഇങ്ങനെ ചാറി പെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്. ടൗണൊക്കെ എന്താ പറയുക, ആളുകൾ മഴ ഇങ്ങനെ തുടർന്ന് പെയ്തുകൊണ്ടിരുന്നാൽ ടൗണിലേക്ക് ആളുകൾ വരില്ല. അത്ര അത്യാവശ്യക്കാർ മാത്രമേ വരുള്ളൂ. അല്ലാതെ വെറുതെ ടൗണിൽ വന്നാണ്ട് ഒരു നിസ്സാര സാധനം വാങ്ങിക്കാനൊന്നും അധികാരം അങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആളുകളുടെ കുറവ് നല്ല രീതിയിലുണ്ട്. ഓട്ടത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാവാം. എനിക്കൊരു ലക്ക് കിട്ടിയതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാതെ നിൽക്കുന്നത്. വേണമെങ്കിൽ ഒരു പഴയൊക്കെ എടുത്ത് കഴിക്കട്ടോ. ഞാൻ പുതിയൊരു നേക്കായിട്ട് ഇറങ്ങിയതാണ് വണ്ടിയിൽ. എല്ലാ ഡ്രൈവർമാരും വണ്ടികളിൽ ഇരിക്കുമായിരിക്കും, ആരും പുറത്തിറങ്ങില്ല മഴ ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ മാത്രം പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുക, ട്രിപ്പുണ്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ ടീംസ് ഉണ്ട്, അവർ പക്ഷേ ഇങ്ങോട്ട് വില മുറിയാണ്. ആളുകളായിട്ട് ചോദിച്ചിട്ട് പോവാം. കാരണം ഇവർക്കൊക്കെ ഫ്രണ്ടിലുള്ള കാഴ്ച സൈഡിലുള്ള കാഴ്ച ചോദിച്ച് ഫുള്ളായിട്ട് കാഴ്ചയാണ്. പക്ഷെ ആകെ നനയുണ്ട്. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ തന്നെ ഒരു പണിയേക്കാരം. കർട്ടൻ ഈ സൈഡ് മടക്കി വെക്കുക. കാരണം ഇതിങ്ങനെ മൂടിക്കെട്ടി പോകുന്നത് യാത്രക്കാർക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവർക്കും ഓട്ടോറിക്ഷ ആകുമ്പോൾ തുറന്നടിച്ച് പോകും. ഞങ്ങൾക്കും അത് തന്നെ ഇഷ്ടം, ഡ്രൈവർമാർക്കും തന്നെ ഇഷ്ടം. ചെങ്ങന്മാരെ ഞാൻ 1-2 ട്രിപ്പ് പോയി. ഇപ്പൊ ഒരു 50 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ നാടാണത്, നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നാട്ടിൽ നിന്നും വിളിച്ചിട്ടുണ്ട്, അങ്ങാടിയിലേക്ക് പോകാനായിരിക്കാം, അർജന്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വല്ല ബസ് മിസ്സാവുന്ന കേസോ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. ബസ് പിടിക്കാന്, ട്രെയിൻ പിടിക്കാന്, ഫ്ലൈറ്റ് പിടിക്കാൻ എപ്പോഴേലൊക്കെ കിട്ടുന്നുള്ളൂ. അത് അങ്ങനെ കിട്ടുന്നില്ല. അത് എന്താ പറയാ, ചക്കട്ടപ്പം മുതലെത്താറ മാറ്റാ എപ്പോഴേലൊക്കെ ഒന്ന് അറിയാതെ വന്ന് പോകുന്നതാണ്. നമുക്ക് അന്നേരം എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ എയർപോർട്ടിൽ എത്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു 50 രൂപയുടെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അധികം സ്പീഡിലൊന്നും ഇതിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നാട്ടിൻപുറം റോഡുകളാണ്. നമ്മുടെ നാടായാലൊക്കെ ആളുകൾ ഇറങ്ങി നടക്കുന്നുണ്ടാവാം, കുട്ടികൾ മുന്നിലോട്ട് പാഞ്ഞു വരാം. അപ്പോൾ ഇത്തരം റോഡുകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പോക്കേ പറ്റുള്ളൂ. അതിങ്ങനെ പോകുന്ന ഇവിടെ ഒരു സ്റ്റാൻഡിക്കായിരുന്നു. ഈ സ്റ്റാൻഡിന്റെ പേര് മണലിമ്മൽ ബസ് സ്റ്റാൻഡ് എന്നാണ്. മണലിമ്മൽ എന്ന് പറഞ്ഞാൽ പാടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ ടൗൺ വിട്ടിട്ടോ ആദ്യം പാടായിരുന്നു. പിന്നെ അത് 1-2 ആളുകൾ, മൊത്തം 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇവിടെ ഇറങ്ങി, അവരാണ് വണ്ടി വിളിച്ചത്. പിന്നെ അവര് 2 പേരെ കൂടി വഴിക്കുന്ന കയറ്റി, നാട്ടുകാർ തന്നെ. അപ്പൊ അവർക്ക് പനിയാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോയി. ഇവിടുന്ന്
ഇവിടെ ഇറങ്ങാണ് ഒരു വണ്ടിയിൽ നിന്ന്. കാരണം അവരുടെ കയ്യിൽ കൂലിപ്പണിയല്ലേ, ഈ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് പണിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണി ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റാറുണ്ട്, ഉണ്ടാവില്ല. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണേ പറഞ്ഞത് കയറി അവിടെ കൊണ്ടുതരാം. അപ്പൊ അവിടെ വലിയ ദൂരമൊന്നുമില്ല. അപ്പൊ ദൂരം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പൊ അവരെ കൊണ്ടുവിട്ടു. നേരെ ലൈനിക്കാണ്. സമയം 4:20. 4:20 നേരത്തെ ഭയങ്കര മോശാട്ടോ. ഉച്ചയ്ക്ക് ശേഷം വെരി 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 ബാഡാണ്. കാരണം ഈ ബ്ലോക്ക് ഉണ്ടായിട്ടേ ഓട്ടം നടക്കണില്ല. ഇവിടെ നിന്ന് ഒരു മടക്കമുണ്ട്. മടക്കം ഞാൻ എടുക്കൂല. മടക്കം അടിയിൽ ബ്ലോക്കാണ്. അപ്പോ ആദ്യം ഒരു താത്ത കൈ കാണിച്ചു. ഞാനപ്പോ നിർത്തേണ്ട രീതി ബ്ലോക്ക് കൊണ്ടേ ഭയങ്കര ബ്ലോക്കാണ്. കാരണം അവർക്ക് ഇപ്പൊ അങ്ങോട്ടും എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാല് നമ്മൾ ഈ ബ്ലോക്കിലൂടെ സ്റ്റെക്കാവും, അങ്ങാടിയിൽ എത്തൂല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കേണ്ടെന്ന് കരുതിയത്. അപ്പൊ പിന്നെ 3 ആളാകുമ്പോ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് പോവാന്ന് കരുതി ഞാൻ എടുത്തു. ബ്ലോക്കിൽ ഇപ്പൊ ഒരു 10 to 12 മിനിറ്റോളം ബ്ലോക്ക് കുടുങ്ങി. അവിടെ നിന്ന് ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ നിന്ന് നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. അവർ അങ്ങാടിക്ക് പോരാനാണ്. ഈ ഫോൺ ട്രിപ്പ് വന്നത് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ നിൽക്കണം. ഏത് ചെറുതോ വലുതോ നോക്കുകയോ ചെയ്യരുത്. അപ്പോഴാണ് അത് ചാലു ആവുന്നത്. കാരണം അവര് വേറെ വണ്ടി വിളിക്കുന്ന ആളുകളാണ്. അവർക്ക് വണ്ടി കിട്ടാതെ ആകുമ്പോഴാണ് ഇപ്പൊ അവര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിന്നും ഫസ്റ്റ് ഒരു വണ്ടിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഫസ്റ്റ് അവരുടെ മനസ്സിലേക്ക് നമ്മളെ ഓർമ്മ വരണം, എന്നെ ഓർമ്മ വരണം. അപ്പോഴാണ് എൻ്റെ നമ്പറിലേക്ക് അവർ വിളിക്കുക. അതിനു വേണ്ടി നമ്മൾ ബെസ്റ്റ് സർവീസ് അവർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അവരോട് 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഏതാണ്ട് 10 മിനിറ്റിന് 2 മിനിറ്റ് കൊണ്ടുള്ളൂ. കൃത്യമായ സമയത്ത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സമയം ഇവിടെ കണ്ടങ്ങളെ 5:35. 5:35 കഴിഞ്ഞു. 5:40 തൊള്ള തന്നെയാണ്. കാര്യമായൊരു രീതിയിലുള്ള ലക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായില്ല കേട്ടോ. ലക്കില്ല. ലൈനിൻ്റെ ഒരു 12ാമത്തെ ഇപ്പോൾ 10ാമത്തെ വണ്ടിയിലേക്ക് ഞാൻ പോകണം. 10ാമത്തെ വണ്ടി ആവാൻ വേണ്ടി പോകും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ തുടങ്ങിയ ബ്ലോക്കായി ഇങ്ങനെ ബ്ലോക്കായി കഴിഞ്ഞാൽ ഓടാൻ കഴിയില്ലേ. പെട്ടെന്ന് തന്നെ വണ്ടികൾ പോയി. ഞാൻ 4ാമത്തെ വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജാഫർ എന്നാണ് ഇതിൽ കാണുന്നത്. പേരെന്താ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് അയച്ചു തന്നത് ഇതാണ്. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ഫുള്ളുണ്ട്. എന്താ പറയാ, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. ആള് വിദേശത്താണ് തോന്നുന്നു കേട്ടോ. വിദേശത്താണ് ആള് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ റീപ്ലൈ കൊടുത്തുള്ളത്. നല്ലൊരു റീപ്ലൈ കൊടുക്കാം. അത് ഞാൻ കൊടുക്കും. കുറച്ച് കഴിയട്ടെ. ചങ്ങന്മാരെ വെളിച്ചത്തുള്ള എല്ലാ ഷോട്ടുകളും കഴിഞ്ഞു. ഇരുട്ടായി വീട്ടിലെത്തി. വീട് ലോക്കാക്കിയാൽ പോയിക്കണേ. ചാവി എടുത്ത് ഓണാക്കട്ടെ. വാതിൽ ഉറക്കട്ടെ കേട്ടോ. പിന്നെ കണ്ടോ വാതിൽ ഉറക്കട്ടെ കേട്ടോ. അതായത് വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ട്. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നെ കല്യാണം ക്ഷണിക്കണമൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇന്ന് കല്യാണം തലേ ദിവസമാണ്. നാളെയാണ് കല്യാണം. നാളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചിന്നും അമ്മയും കുട്ടിയും ഒക്കെ അവിടെയാണ്. നാട്ടിലെ ചെക്കന്മാരെല്ലാവരും അവിടെ തന്നെ ആയിരിക്കാം. ഞാൻ തന്നെ അവിടേക്ക് പോകാൻ വേണ്ടി ഇനിയിപ്പോൾ കാക്കയൊക്കെയാണ്. അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് 9:15. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു. സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ നാടിനടുത്തുള്ള ആളുകൾ അവരെന്നെ വന്ന് വണ്ടി വിളിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ അവരെ നാടിനടുത്ത് 40 രൂപ പോയിൻ്റാണ് അവിടേക്ക് കൊണ്ടാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് പോയി. സാധാരണ പോകുന്ന പോലെ അവരെ കൊണ്ടാക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, എടാ അവർ എടക്കരയിൽ നിന്നാണ് വരുന്നത്. എടക്കര എന്ന് പറയുന്നത് നിലമ്പൂർ നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ് എടക്കര എന്ന് പറയുന്ന സ്ഥലം. നിലമ്പൂർ കഴിഞ്ഞിട്ട് 1-2 സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് എടക്കര എന്ന് പറയുന്നത്. വണ്ടൂരിന് ഏതാണ്ട് 10-25 കിലോമീറ്ററോളം ഉണ്ട്. കറണ്ട് പോയി. അപ്പോൾ ഇവർ എടക്കര നിന്നാണ് വരുന്നത്. അവിടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഡോക്ടറെ കണ്ട് അവർ തിരിച്ചു വരുന്ന വഴിയാണ്. അവർ വണ്ടൂർ ഇറങ്ങിയിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ടാണ് പോണത്. അവർ ഇടയ്ക്കരയ്ക്ക് പോയിരുന്നത് ഒരു ഓട്ടോയ്ക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ
ഇവരെ ഞാൻ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കുന്ന സമയത്ത് ഇവരുടെ ഒരു മൊബൈൽ എടക്കര ഡോക്ടറെ വീട്ടിൽ മറന്നു വെച്ചു. ആ ഡോക്ടറെ വീട്ടിൽ മറന്നു വെച്ചു. ഇവർക്ക് മൊബൈൽ കിട്ടണമെങ്കിൽ എടക്കര വരെ പോകുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അവരുടെ കയ്യിൽ മറ്റു വാഹന സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞു നമുക്ക് എടക്കര വരെ പോയാലോ എന്ന്. അങ്ങനെ ഞാനിപ്പോൾ എടക്കര പോയിട്ടാണ് വരുന്നത്. എടക്കരയ്ക്ക് മൊത്തത്തിൽ അതായത് ഞങ്ങൾ പോകുന്നത് കുറച്ച് ഒന്ന് കറങ്ങിയിട്ടാണ് പോയിരുന്നത്. ആദ്യം അവിടെ നിലമ്പൂർ ഇലക്ഷനും കാര്യമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്കാണ് നിലമ്പൂർ. അപ്പോൾ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കരുളായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നെടുങ്ങാൻ റെയിൻ ഫോറസ്റ്റ് ആ ഒരു ഏരിയ ഭാഗമൊക്കെ ഉള്ള കരുളായി എന്ന് പറഞ്ഞ സ്ഥലം. ആ കരുളായി കൂടെ കറങ്ങി തിരിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതായത് കരുളായി ആദ്യം 5 മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മരമ്പലം വാർന്നു പോകണം. അത് കഴിഞ്ഞ് പിന്നെ കരുളായി നിന്ന് എടക്കരന്ന് പിന്നെ റിട്ടേൺ പോകുന്നത് നിലമ്പൂർ വഴി വണ്ടൂർ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ 15 രൂപ വെച്ചാണ് 60 രൂപ, അതായത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയിരുന്ന ട്രിപ്പിന് ഞങ്ങൾ 15 രൂപ വെച്ചാൽ കൂട്ടാം. അതായത് അതിൻ്റെ പകുതി 30 കിലോമീറ്റർ 30x30 അപ്പ് ആൻഡ് ഡൗൺ വാടക കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ 900 രൂപ വാടക ഉണ്ടായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞു. അവരും തന്നെ കൃത്യമായിട്ടുള്ള 900 രൂപ വാടക കൃത്യമായിട്ട് ചാർജ് തന്നു. ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രിപ്പ് കിട്ടി. എന്താ പറയുക, അത് ആ ഒരു ട്രിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നേരം വരെ ആയത്. പക്ഷേങ്കിൽ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ട്രിപ്പ് മതി അന്നത്തെ ദിവസം അവൻ്റെ കൂലി വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ട്രിപ്പ് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയണ പോലെയാണ് അന്നത്തെ ദിവസം അടുത്ത് വീഴും. അങ്ങനെയെങ്കിൽ ഞാനിന്ന് അവരാ ട്രിപ്പ് വിളിക്കുന്ന ആ ഒരു സമയം വരെ ഞാൻ ഓടി നിൽക്കുന്നത് 950 റുപ്യക്കാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒറ്റ ട്രിപ്പും എനിക്ക് 900 റുപ്യ കിട്ടി ചെയ്തു. 900 1800 950 റുപ്യക്കാണ് ഞാൻ ഓടിയത്. 1850 റുപ്യക്ക് ഞാൻ ഇന്ന് ഓടിയത് കേട്ടോ ഇന്നത്തിൻ്റെ ഓട്ടം. അപ്പോൾ സമയം അധികം ആയിട്ടുമില്ലല്ലോ, 9:23 ആയിട്ടുള്ളൂ. 9:15 9:10 ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇന്നത്തെ ഓട്ടവും ഇന്നത്തെ എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ ട്രിപ്പ്, ആ ഒരൊറ്റ ട്രിപ്പാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതുപോലെ ഒന്നും കിട്ടുമൊന്നുമില്ല, പക്ഷെ കിട്ടുന്ന ദിവസം ഇതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക വരുമാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 റുപ്യ എടുത്തേക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അല്ലാത്ത ദിവസമൊക്കെ അന്നന്ന് ചിലവായി പോവല്ലേ. എൻ്റെ കയ്യിൽ അങ്ങനെയൊക്കെയാണ്. ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി കുളിച്ച് റെഡി ആവട്ടെ, 10 മണിക്കെങ്കിലും എനിക്ക് അവിടെ കല്യാണ വീട്ടിലെത്തണം. എത്തൽ നിർബന്ധമാണ്. ഫ്രണ്ടിൻ്റെ പെങ്ങളെ കല്യാണമാണ്, അതുപോലെ തന്നെ അയലൊക്കത്തെ കല്യാണമാണ്. എല്ലാം കൊണ്ടുമാണ് ക്യാമറയൊന്നും കൊണ്ടുപോകണില്ല. ഞാൻ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. ഒരു 11 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വരണം. വീഡിയോ എഡിറ്റ് ചെയ്യൊക്കെ വേണ്ടേ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീണ്ടും നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.